വല്ലാത്തൊരു പരാജയം. എന്തായിരുന്നു ഹൈപ്പ്? 300 കോടി ബജറ്റ്, 50 കോടി പോലും എത്താതെ തഗ് ലൈഫ് അങ്ങ് ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇന്ത്യൻ 2വിനേക്കാൾ ദയനീയമായ പരാജയം. തിയേറ്ററിൽ കാണാൻ ആളില്ല. പറഞ്ഞതിലും നേരത്തെ OTT റിലീസിന് ഒരുങ്ങുകയാണ് കമൽഹാസന്റെ തഗ് ലൈഫ്. എന്താണ് ചിത്രത്തിന് സംഭവിച്ചത്? മണിരത്നവും കമൽഹാസനും വർഷങ്ങൾക്ക് ശേഷം ഒന്നിച്ച ചിത്രമാണ് തഗ് ലൈഫ്. അങ്ങനെ ഏറെ പ്രശസ്തി ലഭിച്ച ചിത്രം കൂടിയാണിത്. സിനിമ ഏറെ പ്രതീക്ഷകളുമായി തന്നെയാണ് തിയേറ്ററുകളിൽ എത്തിയത്. മാത്രമല്ല, അവർ തന്ന പ്രതീക്ഷ പ്രേക്ഷകരും സ്വീകരിച്ചിരുന്നു. പക്ഷേ തിയേറ്ററിൽ എത്തിയതോടെ ആ പ്രതീക്ഷ അങ്ങ് നഷ്ടപ്പെട്ടു. പ്രതീക്ഷകളെല്ലാം അസ്ഥാനത്താക്കിയുള്ള പ്രേക്ഷക പ്രതികരണങ്ങളായിരുന്നു പിന്നീട് ലഭിച്ചത്. സിനിമ ഓരോ ദിവസം പിന്നിടുമ്പോൾ കളക്ഷനിൽ കൂപ്പുകുത്തിയാണ് നിൽക്കുന്നത്. 2025 ജൂൺ 9 ചിത്രം റിലീസ് ചെയ്തത്. ചിത്രം റിലീസ് ചെയ്ത് 5 ദിവസം പിന്നിട്ടപ്പോൾ 3 കോടിക്ക് മുകളിൽ മാത്രമാണ് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നിന്നും ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചത്. വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ടായിരുന്നു. തൃഷ, ഐശ്വര്യലക്ഷ്മി, സിലംബരസൻ, ചിമ്പു എന്നിവരായിരുന്നു ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയത്. നിലവിൽ ചിത്രം 40 കോടി രൂപ നേടിയെന്നാണ് ചില കണക്കുകൾ പറയുന്നത്. സിനിമ കാണാൻ ആളില്ലാത്തതിനിടയിലും 40 കോടി നേടി എന്ന കണക്ക് എത്രത്തോളം വിശ്വസനീയമാണ് എന്നും പറയാൻ പറ്റില്ല. ആദ്യ ദിവസം 15 കോടി രൂപയും 2-ാം ദിവസം 7 കോടി രൂപയും 3-ാം ദിവസം 7 കോടി തന്നെ നേടുകയും ചെയ്തു. 4-ാം ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ, അതും ഞായറാഴ്ചയായിട്ട് പോലും 6 കോടി രൂപ മാത്രമേ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചുള്ളൂ. എന്നാൽ ആദ്യവാരത്തിൽ 50 കോടി പോലും കടക്കാൻ കഴിയാത്ത ചിത്രം വൻ പരാജയത്തിലേക്കാണ് കൂപ്പുകുത്തുന്നത് എന്നാണ് ആരാധകരും പറയുന്നത്. എന്തിനാണ് കമൽഹാസൻ ഈ ചിത്രം ചെയ്തതെന്നും ആരാധകർ ചോദിക്കുന്നു. 200 കോടിക്ക് മുകളിൽ ചിത്രത്തിന് മുടക്കുമുതലുണ്ടെന്നാണ് അനൌദ്യോഗിക കണക്കുകൾ പറയുന്നത്. കമൽഹാസന്റെ തഗ് ലൈഫിന് മുൻപുള്ള ചിത്രം ഇന്ത്യൻ 2 ആയിരുന്നു. അത് ഇതിനേക്കാൾ മികച്ച കളക്ഷൻ ലഭിച്ചു എന്നാണ് പറയുന്നത്. ഇപ്പോൾ ബോക്സ് ഓഫീസിലെ ചർച്ച ഇത് തന്നെയാണ്. 62 കോടിയാണ് ഇന്ത്യൻ 2 4 ദിവസത്തിൽ നേടിയതെന്നാണ് പറയുന്നത്. മണിരത്നത്തിന്റെ അവസാന ചിത്രം പൊന്നിയിൻ സെൽവൻ 4 ദിവസങ്ങളിൽ 100 കോടി കടന്നിരുന്നു. അതേസമയം തഗ് ലൈഫിന്റെ ഇതുവരെയുള്ള ആഗോള കളക്ഷൻ 80 കോടിയാണ്. ഏകദേശം 300 കോടി മുടക്കിയ തഗ് ലൈഫിന് 50 കോടി ക്ലബിൽ പോലും ഇടം പിടിക്കാനായിട്ടില്ല എന്ന് പറയുന്നത് ദയനീയമായ പരാജയം തന്നെയാണ്. ഇന്ത്യൻ 2 പോലെ തന്നെ തഗ് ലൈഫും വലിയ ബോക്സ് ഓഫീസ് പരാജയമാകാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിനാൽ തന്നെ തഗ് ലൈഫ് ഉടൻ തന്നെ OTTയിൽ പ്രതീക്ഷിക്കാം. 8 ആഴ്ചയെങ്കിലും ചിത്രം തിയേറ്ററിൽ ഓടിക്കുമെന്നായിരുന്നു കമൽഹാസൻ നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ ചിത്രം മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ 4 ആഴ്ചകൾക്ക് ശേഷം OTTയിൽ എത്തിക്കാനാണ് അണിയറ പ്രവർത്തകർ നോക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് തഗ് ലൈഫ് OTTയിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. ചിത്രത്തിന്റെ തമിഴ്, തെലുങ്ക്, മലയാളം വേർഷനുകൾ ആദ്യമെത്തും. എന്നാൽ സിനിമയുടെ ഹിന്ദി പതിപ്പ് 8 ആഴ്ചകൾക്ക് ശേഷം മാത്രമാകും OTTയിൽ എത്തുക. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.